അപ്പോൾ നമുക്കിന്നൊരു ഫിഷ് മോളിയുടെ റെസിപ്പി ഉണ്ടാക്കിയാലോ. അതായത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫിഷ് മോളി. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഫിഷ് തിരഞ്ഞെടുക്കുമ്പോൾ ദശകട്ടിയുള്ള ഏതെങ്കിലും മീൻ തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ. അതായത് നെമ്മീനും മോത കേരയൊക്കെയാണ് നമ്മൾ സാധാരണ എടുക്കണം. എനിക്ക് കിട്ടിയത് മോതയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മോതയായിരുന്നു. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. വിനാഗിരിക്ക് പകരം നമ്മുടെ ലെമൺ ജ്യൂസും ചേർക്കാം, പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഞാൻ 250 ഗ്രാം ചുവന്നുള്ളി, 2 ഇഞ്ച് നീളത്തിന് ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി, ഒരു ടൊമാറ്റോ, 2 പച്ചമുളക് ഇത്രയും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒരു സൈഡും മറു സൈഡും അതുപോലെ 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ മോത എന്നൊക്കെ പറയുന്നത് വളരെ സോഫ്റ്റായിട്ടൊരു മീനാണ്. ദശകട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാണിത്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ സാധാരണഗതിയിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ പൊടിഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആണത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഉള്ളിയൊക്കെ നന്നായിട്ട് കറക്റ്റ് ഭാഗമായിട്ട് ഇതുപോലെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊരു കറച്ചട്ടിയിലേക്ക് മാറ്റും. അതിന് വേണ്ടിയിട്ട് കറച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുക്കുക. എണ്ണ ഒഴിക്കുക, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മുടെ ഉള്ളിക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ 2 പാൽ ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. അതൊന്ന് തിളച്ച് കിട്ടണം. ആ സമയം കൂടെ നമുക്ക് കാഷ്യൂ പേസ്റ്റാക്കി എടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തത് ഇതുപോലെ മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കൂട്ടും കൂടെ നമ്മുടെ മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത്, മീൻ ചേർത്തിട്ടില്ല, കറിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കാം. പിന്നെ ഈ സമയമാണ് നമ്മൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാനുള്ള കറക്റ്റ് സമയം. നമ്മളിതിനകത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് പുളി കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ വിനാഗിരി 1 സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. വിനാഗിരി ആട്ടോ ടേസ്റ്റ് കൂടുതൽ, നാരങ്ങ നീരിനേക്കാളും, അതുകൊണ്ടാണ്. എന്നിട്ട് 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മുടെ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഈ മീനിലേക്ക് ഈ ചാറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ. ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ റൗണ്ടിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാഷ്യൂ ഇതിലേക്ക് വിതറി കൊടുക്കാം. കാഷ്യൂ നമ്മുടെ മീൻ കഴിക്കുമ്പോൾ അത് ചവച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതൊന്ന് മറക്കാതെ ചെയ്ത് നോക്കുക. അത് ടേസ്റ്റിൻ്റെ ഒരു കാര്യം അതും കൂടിയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. തേങ്ങയുടെ 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ മേലേക്ക് തൂവി കൊടുത്ത് ഇതങ്ങ് മാറ്റി വെച്ചേക്ക് അടച്ച്. അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊപ്പം ആയിരുന്നാലും ചപ്പാത്തിക്കൊപ്പം ആയിരുന്നാലും ബിരിയാണിക്കൊപ്പം ആയിരുന്നാലും ഒരു കിഡിലം റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാലും എൻ്റെ പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. ബാക്കിയുള്ളവർക്കും കൂടെ അത് ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ, ബൈ.